ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാം ക്രാഫ്റ്റ് തന്നെയാണ് പേര്. അപ്പോൾ എല്ലാവരും പിക്ചേഴ്സൊക്കെ ഇടാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്നലെ നാഷണൽ പേപ്പർ ബാഗ് ഡേ ആയിരുന്നു, ജൂലൈ 12. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ചെയ്യുന്ന ക്രാഫ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് പേപ്പർ കൊണ്ടൊരു ക്രാഫ്റ്റ് ചെയ്യാമെന്നും. അപ്പോൾ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 1-2 കാരണങ്ങൾ കൊണ്ട് എനിക്ക് എഡിറ്റിംഗ് ഒന്നും ഇന്നലെ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് അല്ലാന്ന് വിചാരിച്ചിട്ട് ആരും വീഡിയോ കാണാതെ പോകരുതേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിൽ നമ്മൾ പ്ലാസ്റ്റിക്കിനെയൊക്കെ നമുക്കൊന്ന് കുറച്ചൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ശരിക്കും ഇങ്ങനെയുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ നല്ല ഡിസൈനായിട്ടുള്ള പേപ്പറാണ് നല്ലത്. അപ്പോൾ പെട്ടെന്നുണ്ടായ തീരുമാനമില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ നല്ല കളേഴ്സ് പേപ്പറൊന്നും ഇല്ലായിരുന്നു. കയ്യിൽ ബാക്കിയുള്ള 1-2 പേപ്പേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു A4 സൈസിലുള്ള ഒരു കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് എന്നിട്ട് പകുതിയല്ല കുറച്ചൊന്ന് വിട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിൻ്റെ ശേഷം ആ ഒരു ബാക്കിയുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ബാക്ക് സൈഡിൽ നമ്മളൊരു 2 സെൻറ്റിമീറ്റർ വീതിയിൽ ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. അവരെ കറക്റ്റ് അവിടെ ഒരു ലൈന് വരണം. ആ രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് മറ്റേ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലൊന്ന് 2 സെൻറ്റിമീറ്റർ വിട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു സിസേഴ്സോ അല്ലെങ്കിൽ ഒരു റൂളറോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു കറക്റ്റ് ഒരു ലൈന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് നിവർത്തിയതിൻ്റെ ശേഷം ഇതുപോലൊന്ന് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ലൈന് കിട്ടുമല്ലോ. അതിനനുസരിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഉള്ളോട്ടൊന്ന് ഫോൾഡ് ചെയ്താൽ മതി. ഇങ്ങനെ 2 സൈഡിലും നമ്മളൊന്ന് അൺഫോൾഡ് ചെയ്തതിൻ്റെ ശേഷം ആ ഒരു ലൈന് കറക്റ്റാക്കിയിട്ട് ഉള്ളോട്ടാക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ താഴ്ഭാഗം ഒരു 2.5 സെൻറ്റിമീറ്റർ അളവിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചൊരു കട്ടിയുള്ള പേപ്പറാണ്. അപ്പോൾ 2 സൈഡിലോട്ടും ആക്കി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളതിൻ്റെ ആ ഒരു സൈഡിൽ മേലെ നിന്നിങ്ങനെ ജസ്റ്റ് താഴോട്ടൊന്ന് ആ ഒരു കോണില്ലേ, ആ ഒരു കോണൊന്ന് ഇങ്ങോട്ട് വെച്ച് മടക്കി നോക്കുക. നമ്മൾ ഈ ബുക്കൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് ഒരു കോണ് പോലെ ആക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പോസിറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് ഒരുപാട് ലൈനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് ഒന്ന് ഉള്ളോട്ടാക്കിയിട്ട് നമ്മളിതാ ഇവിടെ വെച്ചിട്ടുള്ള ആ ഒരു ഫോൾഡും ഇങ്ങോട്ടും ഇപ്പുറത്തെ സൈഡിൽ നിന്നും. അപ്പം ആദ്യം നമ്മൾ ഇതിൻ്റെ 2 സൈഡിലുള്ള ഫോൾഡ് ഉള്ളോട്ടാക്കുക. ഇപ്പോൾ കണ്ടില്ലേ, തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലുള്ള ഈ ഒരു ഫോൾഡ് ഉള്ളോട്ടാക്കിയിട്ട് പിന്നെ ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും അങ്ങനെ 4 സൈഡിലും ആക്കിയിട്ട് കറക്റ്റ് ഒരു ഷേപ്പിലാവും. നമുക്ക് കറക്റ്റ് ഫോൾഡ് ചെയ്ത് ലൈന് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ആ ഭാഗമൊക്കെ ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഓരോ ഫോൾഡ് വരുന്ന ഭാഗം നമുക്കറിയാലോ, ആ ഒരു ഭാഗം വെച്ചിട്ടൊന്ന് ആദ്യം ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം 2 സൈഡിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡും സ്റ്റിക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു സൈഡില്ലേ, ആ ഒരു സൈഡും കൂടെ ഒന്ന് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പേപ്പറാണല്ലോ, പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ആ സൈഡിൽ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിലും കൂടെ ഒന്ന് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ഫോൾഡിൻ്റെ അവിടേക്ക് ഇനി നമ്മൾ ഒരു കൈ ഉപയോഗിച്ചിട്ട് ഉള്ളിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെയും ശരിയാക്കി എടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പേപ്പർ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് പേപ്പർ ബാഗിന് കുറച്ചൊരു ലെങ്ത്ത് കൂടുതലാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു മേലെ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഹാൻഡിൽ ചെയ്യാൻ സുഖത്തിനുള്ള ചെറിയൊരു ടൈപ്പ് കവറാക്കി മാറ്റുകയാണ്. അപ്പോൾ ഞാൻ മേലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യണമെന്നില്ലെങ്കിൽ കട്ട് ചെയ്യേണ്ട, ആ ഒരു ഫുൾ ലെങ്ത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാതെയും വെക്കാം. അപ്പോൾ കട്ട് ചെയ്ത് കറക്റ്റ് ആക്കിയതിൻ്റെ ശേഷം ഇപ്പോൾ കവർ നമ്മളെ പേപ്പർ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പേപ്പർ ബാഗിന് ഹാൻഡിലൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ഞാനതെല്ലാം പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് കുറച്ചൊരു വീതിയുള്ള സ്ട്രിപ്പ് എടുക്കുക. എന്നിട്ട്
രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്യണം ഉള്ളോട്ട്. ഒന്ന് ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒന്ന് കുറച്ച് നടുക്കേക്ക് സെൻറ്ററിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് സെൻറ്ററിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ രണ്ട് ഫോൾഡും കൂടെ ഒന്നാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നല്ല കട്ടിയിലുള്ള ഒരു ഹാൻഡിൽ കിട്ടും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം സാറ്റിൻ റിബണോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കുറച്ച് കട്ടിയുള്ള ത്രെഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫുള്ള് പേപ്പർ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആയതിന് ശേഷം നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കറക്റ്റ് ഒരു നല്ലൊരു ഇതിൽ കിട്ടുന്ന സമയത്ത് നമ്മളത് ഹാൻഡിലൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ പേപ്പർ ബാഗിൻ്റെ ഹാൻഡിലൊക്കെ കണ്ടില്ലേ, അതുപോലെ അതിൻ്റെ രണ്ടറ്റത്തും ഒന്ന് നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഹാൻഡിലെ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഏത് ഭാഗമാണോ നമുക്ക് ആ പേപ്പർ ബാഗിൽ സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് കുറച്ചൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരു ഹാൻഡിലും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ അതിൻ്റെ മറ്റേ സൈഡിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് നമ്മളുടെ ആ ഒരു പേപ്പർ ബാഗൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പേപ്പർ ബാഗാണല്ലോ. അപ്പോൾ ഇങ്ങനെ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മതി. അപ്പോൾ ഞാൻ അതിന് കുറച്ചും കൂടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയാണ്. ഒരു കുട്ടികൾക്കൊക്കെ പറ്റുന്ന ആ ഒരു രീതിയിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിന് ഒരു സ്പോഞ്ച് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ഒരു യെല്ലോ, രണ്ട് കണ്ണ്, അതുപോലെ ഒരു വായ, ആ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വൈറ്റ് പേപ്പറിൽ യെല്ലോ വെച്ചിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ യെല്ലോ പേപ്പർ ആണെങ്കിൽ ബ്ലാക്ക് വെച്ചിട്ടൊക്കെ ചെയ്തിട്ട് അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് ഞാൻ ആദ്യം ആ ഒരു വായൻ്റെ ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ രണ്ട് കണ്ണും ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ക്വില്ലിംഗ് പേപ്പറിൽ ആ ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ ഇതുപോലെ സ്ട്രിപ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് കൊടുത്താലും മതി. സ്കെച്ചൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് ഞാൻ ആ ഒരു കിറ്റിയുടെ ആ ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഉള്ള പോലെ ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് നമ്മളതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ രണ്ട് സൈഡിലും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു കുഞ്ഞു പീസാക്കി സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ മറ്റേ എൻഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഞാനിതിൽ വേറൊരു ഡാർക്ക് കളറ് ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കിറ്റിക്ക് നമുക്കൊരു ബോ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അത് ഞാനൊന്നൊരു സ്കെച്ച് ഉപയോഗിച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം റെഡിൽ വൈറ്റ് ഡോട്ട് വെച്ചിട്ടും അങ്ങനെ വൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ബോ ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കും ഈ ഒരു കവറ് തന്നെ നമ്മൾ വൈറ്റിൽ ചെയ്തിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ നല്ല രസമുണ്ടാവും. ഞാൻ ഈ ഒരു ബോ വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ ആ ഒരു കിറ്റിൻ്റെ മോഡൽ പേപ്പർ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പേപ്പർ ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ താഴെ ഭാഗം, അത് നിർബന്ധമൊന്നുമില്ല, അപ്പോൾ ഞാൻ ഒരു കുറച്ചും കൂടി ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് താഴെയുള്ള ആ ഒരു അളവെടുത്തിട്ട് അതുപോലെ ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് ഉള്ളിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് കുറച്ചൊരു ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഒരു പേപ്പർ ബാഗിന് നല്ല താഴെ ഭാഗം നല്ലൊരു ഉറപ്പൊക്കെ കിട്ടും. അപ്പോൾ നമ്മളുടെ ആ ഒരു ഭംഗിയുള്ള പേപ്പർ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിപ്പോൾ എൻ്റെ മോള് ചെയ്തതാണ്. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അവളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇത് വേറെ ഒന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഗിഫ്റ്റ് റാപ്പിങ്ങിൻ്റെ ആ ഒരു പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്താലും മതി, അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ ഒന്നുമില്ലെങ്കിൽ A4 ഷീറ്റ് പേപ്പറൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഞാനതിൽ മക്കൾക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ പറ്റുമല്ലോ നമുക്ക്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സ്വീറ്റ്സൊക്കെ ഇട്ടിട്ടൊന്ന് മക്കൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ബാഗൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ സ്വീറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെൻസിലൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ടല്ലോ, മാർക്കൊക്കെ കിട്ടിയാൽ അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ കൊടുത്ത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് അധികം ചിലവൊന്നുമില്ല. നമ്മൾ വീട്ടിൽ റാപ്പിംഗ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി, അതിന് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. എന്തെങ്കിലും ഒരു കാർട്ടൂൺ കഥാപാത്രം പോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഒന്ന് വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ടൊന്ന് ട്രൈ ചെയ്യിപ്പിക്കണേ. അപ്പോൾ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഒരുപാട് പേര് പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം ഞാൻ ഓരോ വീഡിയോയിൽ കാണിക്കാം.
അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.